ഹലോ. കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഇന്ന് ശനിയാഴ്ച അതിൻ്റെ ഒരു ആരംഭമാവട്ടെ എന്ന് കരുതി. കാരണം ഇന്ന് വണ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള നടപ്പാണ് രാവിലെ തന്നെ. ഈ ഒരു പാലവും പിന്നെ ഒരു റെയിൽ പാലവും ഉണ്ട്. അതും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരിമ്പനപ്പാല ഹൈവേ ആട്ടോ. പിന്നെ അവിടെ നിന്ന് വടകരയൊക്കെ എനിക്ക് തോന്നുന്നു 1.5 കിലോമീറ്ററേ ഉള്ളൂ. മിനിമം 15 രൂപയുടെ ഓട്ടോ ആണുള്ളൂ. അങ്ങനെ ഈ ഒരു പാലവും റെയിൽ പാളവും ഒക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് ഹൈവേയിലേക്ക്. അപ്പോൾ അവിടെ കുറച്ച് നേരം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് 9:30 രാവിലെ ചെക്ക് ഇൻ ചെയ്യണം ഓഫീസിൽ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കുറച്ച് സ്പീഡിലൊക്കെ നടന്ന് നോക്കുമ്പോഴാണ് ഹൈവേയിൽ ബ്ലോക്ക് ഉള്ളത്. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഉള്ളപ്പോൾ ഈ ഒരു നടത്തത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. ഇന്നിപ്പോൾ വണ്ടി ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്നതാണ്. തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, രാവിലെ തന്നെ നല്ല തിരക്കാണ്. പിന്നെ കിട്ടിയ ഓട്ടോയിൽ ചാടി കയറി, കാരണം 9:30 നമുക്ക് പഞ്ചിങ് ചെയ്യണമല്ലോ, ചെക്ക് ഇൻ ചെയ്യണമല്ലോ. അങ്ങനെ രാവിലെ തന്നെ കിട്ടിയ ഓട്ടോയിലൊക്കെ പാഞ്ഞ് കയറി, ഓടി കയറിട്ടോ. വടകരക്കാര വാശിയാണത്. അങ്ങനെ ഓടി കയറി. ഇതാ കൂടെ ഉള്ളവരൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. അവരൊക്കെ ലിഫ്റ്റിലേക്കുള്ള പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ ഞാൻ നടന്ന്, കാരണം ആരോഗ്യത്തിന് നടത്താണല്ലോ വലുത്. കണ്ടോ, ഇത്രയും സ്റ്റെപ്പ് ഞാൻ ഓടി കയറിയിട്ടുണ്ട്. രാവിലെ തന്നെ നടക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ 3ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫീസിൽ 9:29 ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. പിന്നെ ഇന്ന് കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു മേഘ എന്ന് പറഞ്ഞ സ്റ്റാഫ് പോവാണ്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവൾക്ക് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കണം ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് പോയിട്ട് അങ്ങനെ അവൾക്കൊരു ഡ്രസ്സൊക്കെ ടീം വക എടുത്തൊക്കെ കൊടുത്ത്. അവൾ അറിയില്ലായിരുന്നു, സർപ്രൈസ് ആയിരുന്നു. ലാസ്റ്റ് അവളെ കൂട്ടി തന്നെ പോയി എടുത്ത്. പിന്നെ മോൾക്ക് സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ 2-3 ഗോൾഡിൻ്റെ കാതിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വലിയ ഫാൻസി കാതിലൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വൈകുന്നേരമൊക്കെ എത്തി. അവളെ ഓഫീസ് നല്ല രീതിക്കൊക്കെ മേഘയെ പറഞ്ഞയച്ചു. പിന്നെ എനിക്ക് നേരെ ഒന്ന് ബാങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഈവനിങ് ബ്രാഞ്ചിൽ പോയിട്ട് കുറിയുടെ ഒരു ക്യാഷൊക്കെ അടക്കാനുണ്ടായിരുന്നു. അതൊക്കെ അടച്ചിട്ട് തിരിച്ച് ഓട്ടോ തന്നെയാണ് വന്നത്. ഇന്ന് വണ്ടി എടുത്തില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം നാളെ വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവയ്ക്ക് ചായക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ വീട്ടിൽ വന്ന് സാധാരണ പോലെ തന്നെ ചായയും ചോറൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് മെഷീൻ്റെ മുകളിലിരുന്നു. കാരണം മോളെ സ്കൂൾ തുറക്കാനല്ലോ. അപ്പോൾ അവളെ യൂണിഫോമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു.